അപ്പം നമ്മുടെ അമ്പിളേച്ചിയുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. അമ്പിളേച്ചിയുടെ സ്വന്തം വീടല്ല, ചേച്ചി റെൻറ്റിന് താമസിക്കുന്ന വീടാണിത്. ചേച്ചിയും ചേട്ടനും മാത്രമാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് തുടർന്നും കാണാം, കേൾക്കാം. അപ്പോൾ ചേച്ചി എവിടെയാണ് വർക്ക് ചെയ്യണത്? ഞാൻ കൺസ്യൂമർ ഫെഡ് പട്ടിക്കാട്. അപ്പോൾ രാവിലെ എത്ര മണിക്ക് ജോലിക്ക് പോകും? ഒരു 8:45 പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങും. വൈകുന്നേരം എത്ര മണി വരെ ഡ്യൂട്ടി ഉണ്ടാവും ചേച്ചി? 7:30 വരെ. 7:30 വരെ അല്ലേ? അപ്പോൾ ചേച്ചിയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എല്ലാത്തിലും എൻജോയ് ചെയ്യും. ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ഓണക്കളി കളിക്കുക. പിന്നെ നമ്മുടെ ഇപ്പോൾ തിരികെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബശ്രീയുടെ പരിപാടിയിൽ നന്നായി വൈറലായതാണ്. ഒരു സ്കൂൾ കുട്ടിയുടെ വേഷമൊക്കെ കെട്ടി. പിന്നെ എന്ത് ഡാൻസും എന്ന് വെച്ചാൽ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഓണക്കളി കുറച്ച് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഡാൻസോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ പറയാൻ പാട്ട് പാടാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൽ കരകാട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാറുണ്ട്. അതാരും ഗുരുക്കന്മാരൊന്നുമില്ല, സ്വയം പഠിച്ചത് തന്നെയാണ്. അതൊരു വാശിയുടെ മോൾ അങ്ങനെ പഠിച്ചു. കുറേ സ്ഥലത്ത് ഞാനത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇനിയും ചാൻസ് കിട്ടി ഇനിയും ചെയ്യും. കരകാട്ടം തന്നെ കുറേ കളിച്ചിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ഗ്രൗണ്ടിലൊക്കെ പാർട്ടിയുടെ പരിപാടിക്കും അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ കുറേ വൈറലായിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും പാട്ട് കേട്ടാ കളിക്കാന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. ചേച്ചി എത്ര കൊല്ലായി കൈകുട്ടിക്കളി രംഗത്ത്? ഒരു 20 കൊല്ലൊക്കെ. അതെ അല്ലേ? അപ്പൊ ചേച്ചിക്ക് എത്ര ടീമും കാര്യങ്ങള്? ടീം നമ്മുടെ ഈ ടീം തന്നെയാണ്. എത്ര പേരുണ്ടാവും? അന്നപൂർണേശ്വരി കലാവേദി. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കൊയ്യാൻ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിള്ളേരൊക്കെ ഉണ്ടായപ്പോ പിന്നെ പിള്ളേർക്ക് ഗ്രാമങ്ങളിലാണെങ്കിൽ ഇഷ്ടം പോലെ പിള്ളേരെ കിട്ടും. ഇത് നമ്മുടെ തൃശ്ശൂർ ടൗണല്ലേ, ടൗണിന് തൊട്ടാണ് അയ്യന്തോള്. അപ്പൊ അവർക്ക് അതിൻ്റെത് അവർ പിള്ളേർ വലുതായപ്പോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അച്ഛനമ്മമാർ അതിന് ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കലായിട്ട് ഇപ്പോൾ TV-യിലൊക്കെ വരുന്ന പരിപാടിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആശ എന്ന് പറഞ്ഞാൽ 40 കൊല്ലമായി, 35 കൊല്ലമായി സ്വന്തം ടീം തുടങ്ങിയിട്ട്. പിന്നെ ചേട്ടൻ ഒരു 40-45 കൊല്ലം കളിയുടെ പരിചയമുള്ള ഒരു ചേട്ടനാണ്. എൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ നമ്മുടെ ആങ്ങളയുടെ ടീം ആയതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് അതിൽ പോകുന്നു. പിന്നെ വേറെ മോശമുള്ളൊരു ഇത് പഠിച്ചെടുത്തത് എങ്ങനെയാ? ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കുട്ടികൾ. പിന്നെ ഒരു സമയം ചേട്ടൻ കളി തുടങ്ങിയിട്ട് ഒരു അത്തത്തിൻ്റെ 2 ദിവസം മുന്നേ ഒരു 5 ആള് കളിന്ന് കഴിഞ്ഞു. എന്തോ ഒക്കെ തിരക്കണ്ടായി, വണ്ടി കൊണ്ടായിട്ട് ഇടിക്കുകയെ പുതിയ വണ്ടി എടുത്തിട്ട്. അപ്പം എന്താ പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ അവർ 5 ആള് കളിന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഒഴിഞ്ഞു. ടീം നമ്മൾ കളി അന്ന് ഇന്നത്തെ പോലെ ഇഷ്ടം പോലെ കളികളുണ്ട്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കളിക്കാൻ ആളില്ല, നിനക്ക് കളിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഈ 2 മണി വെച്ചിട്ട് ഞാൻ കളിക്കാനില്ല, തടിച്ചിരുന്നു. അപ്പം ഞാൻ അതൊന്നും നോക്കണ്ട, നീ കളിക്കുന്നു. അപ്പോൾ മോളുണ്ട് ചേട്ടൻ്റെ, 3.5 വയസ്സായി, 4 വയസ്സാണല്ലോ. അവളും നിർത്തി. അപ്പൊ അവള് നല്ല ഉണ്ട് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ അവളൊക്കെ കൂടെ കളിയിൽ കയറി. അപ്പൊ അവരൊരു സ്റ്റെപ്പ് ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടുള്ള തറലിയാണ്, അത് ചവിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ സ്കൂളിൽ തറലിയൊക്കെ ചവിട്ടി പഠിച്ചിട്ടുള്ള കാരണം എനിക്ക് ഒരു പാട്ടിന് ആ ഒരു സ്റ്റെപ്പ് മാത്രം എടുത്ത് കളിച്ചവര്. ആ പാട്ടിൽ കഴിയണ വരെ 20 മിനിറ്റ് 25 മിനിറ്റ് ആ സ്റ്റെപ്പ് തന്നെ ചവിട്ടിച്ചു. എന്നുവെച്ചാൽ 3 സ്ഥലം കളിക്കാൻ പോവാൻ അത് ചവിട്ടി പഠിക്കണം. അങ്ങനെ എനിക്കും വാശിയായി, അങ്ങനെ പഠിച്ച് കയറി. പിന്നെ ഇതുവരെ ഇപ്പം ആകെ ഒരു കൊല്ലം പ്രളയത്തിൻ്റെ കൊല്ലം കളിച്ചു, കോവിഡിൻ്റെ കൊല്ലം മാത്രം ഓണക്കളിയില്ല ഇരുന്നിട്ടുള്ള. പിന്നെ ഇപ്പോഴൊക്കെ അങ്ങനെ കുറഞ്ഞു, കൈക്കുട്ടുകളി അങ്ങനെ പ്രാചീന കളികൾ കുറഞ്ഞു. ഇപ്പോൾ ട്രെൻഡ് നിൽക്കുന്നത് ഈ ഫ്യൂഷനാണ്. അപ്പോൾ ഫ്യൂഷൻ കളിക്കാനുള്ള പ്രായം നമ്മുടെ കഴിഞ്ഞ്. പക്ഷെ നമ്മൾക്ക് ആ പ്രായമുള്ളവർ കളിക്കുന്നുണ്ട്. അതിന് ടൈം എടുത്ത് നമ്മൾ കളിക്കണം. എനിക്ക് അതിന് ടൈമില്ല. ടൈം ഉണ്ടെങ്കിൽ ഞാൻ 1 മണിക്കൂർ കിട്ടിയാൽ മതി ദിവസം. എത്ര പാട്ട് വേണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പക്ഷേ എല്ലാവരും പറയും ഇത് കളിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നീ ജോലിക്ക് പോവോ? അപ്പം ഞാൻ എത്ര കളിച്ച് വന്ന് കിടന്നാലും പിറ്റേ ദിവസം എൻ്റെ ജോലി കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇതൊന്നല്ല, എന്ത് പരിപാടിക്കാണെങ്കിൽ ഞാൻ ജോലി കളഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്കിവിടെ ചീറ്റില്ല. എത്ര വയ്യാന്ന് പറഞ്ഞ് കളിച്ച് വന്ന് കിടന്നാലും ചിലപ്പോൾ രാത്രി 3 മണിക്കൊക്കെ പുലർച്ചെ കിടക്കുക. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോവും. നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ജോലിക്ക് പോയാലും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ചേട്ടന് ഈ ഒരു ഓട്ടോറിക്ഷയാണുള്ളത്. ഓട്ടോറിക്ഷയ്ക്ക് കടമൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ വീട്ടിൽ ബാധ്യതകളൊന്നുമില്ല. ചേച്ചി ഇപ്പോൾ റെന്റിനല്ലേ താമസിക്കുന്നത്? എന്താണ് ഒരു വീട് വെക്കാത്തതിന്റെ കാരണം? വീട് വെക്കാത്തതിന്റെ കാരണം മെയിനായിട്ട് ചേട്ടന് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല. ചേട്ടന് അങ്ങനെ ഒരു കടം മേടിക്കുക, ഇത്തിരി പേടിയുള്ള ഒരു മനുഷ്യൻ. പിന്നെ നമ്മൾക്ക് എന്തിനെന്നൊരു ചോദ്യമുണ്ട് ഞങ്ങളുടെ മുന്നിൽ. അത് എല്ലാവരും പറയും എനിക്കൊരു വിഷമമില്ലാന്ന് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളില്ല, 30 കൊല്ലമായി കല്യാണം എന്നിട്ട്. നമുക്ക് നാളെ എന്നുള്ളൊരു ഇതില്ലാത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീട് പറഞ്ഞതായിരിക്കും. നമ്മൾ എന്താ പറയാ, ജീവിതത്തിൽ എല്ലാത്തും ഉണ്ടെങ്കിലും എന്തെങ്കിലും സങ്കടം കഴിയുമ്പോൾ തരില്ല. എനിക്ക് തന്നു പോയത് വലിയൊരു സങ്കടമായി.
നമുക്ക് ഇതാർക്ക് വേണ്ടി വീട് പണിയെന്നുള്ളൊരു തോന്നല. അല്ലെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിലും നമ്മളത് പണം തീരുന്നേനെ. ഇപ്പോഴും എൻ്റെ മനസ്സിലങ്ങനെയാ. ആർക്ക് വേണ്ടി? ഇന്നലെയും കൂടെ ഞങ്ങൾ അങ്ങനെ വർത്തമാനം ഇപ്പോൾ ഒറ്റയ്ക്കായി ജീവിക്കണ്ടേ, അതിനുള്ള പ്രാപ്തി നിനക്ക് വന്നേ പറ്റും. അപ്പം ഇന്ന് ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ പോയിക്കോ, അപ്പം കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് തയ്ക്കാനുള്ള കാരണം ആളിന്ന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്നോട് പറയുന്നത് നീ അറിയുന്ന പോണേ പോയിക്കോ, ഞാൻ ഇല്ലെങ്കിൽ നിനക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് നാളെ ഇങ്ങനെ അത് ഉൾക്കൊള്ളുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ചേച്ചിയുടെ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിട്ട് ചേച്ചി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നീങ്ങാണ്. നമുക്ക് വിഷമമുണ്ടാവുന്ന കുറേ കാര്യങ്ങൾ. കുട്ടികളൊക്കെ വലുതായി, അവരുടെ അച്ഛനമ്മമാർക്ക് ഷട്ടർ തൊഴുകണു, അമ്മയ്ക്ക് ചെരുപ്പ് മേടിക്കണു. അപ്പം നമ്മുടെ മനസ്സിൽ ഈശ്വരൻ നമ്മളെ ഈ കുട്ടികളൊക്കെ എന്തോ നോക്കിയതാ, അവരുടെ അച്ഛനമ്മേനെയും അല്ലേ അവരെപ്പോഴും നോക്കുള്ളൂ. നമ്മൾ എത്ര വേറെ മക്കളെ സ്നേഹിച്ചാലും അവർ അച്ഛനെ സ്വന്തം തന്നെ എപ്പോഴും. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമ്മളതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. ഇനിയും പഠിക്കാൻ കിടക്കുന്നുണ്ട് എനിക്ക് ഒരുപാട്. ചേട്ടൻ കുറെ പഠിച്ചിട്ടുണ്ട്, ചേട്ടൻ കുറെ മാറി. ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അല്ല, നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുമ്പോഴൊക്കെ പറയും. പക്ഷേ എനിക്ക് വീണ്ടും പിള്ളേരിലേക്ക് തൃപ്തി വരും. ഞാൻ എന്തെങ്കിലും അവിടെ കുട്ടികളല്ലേ അങ്ങനെയൊക്കെ. അവൾക്ക് 3 പെൺകുട്ടികളാണ്. അപ്പം എനിക്ക് സങ്കടമില്ല, കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഒരു കുട്ടീനെ എനിക്ക് തരില്ല. നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൽ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താത്ത രണ്ടാള്. അതെ അതെ, നീ കാരണമാണ് ഞാൻ കാരണം, അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ പേരുമാ കുട്ടികളൊന്നുമില്ല, കള്ളുടിക്കാൻ പോണവരാണെങ്കിൽ ചേട്ടന് സാധനം കഴിക്കില്ല, അതുപോലെ പുറത്ത് പോയിട്ടൊരു ഭക്ഷണം കഴിക്കുക, പുറത്തൊരു ടീമില്ല. ഇപ്പൊ ആകെ കൂടി ഇപ്പോഴാണ് കുറച്ച് പിള്ളേരായിട്ട് ഇങ്ങനെ ഇതായത്. അപ്പൊ ആള് ഇപ്പൊ ടൂർ പോവാന്ന് പറയുന്നുണ്ട്. ഞാൻ പോയിക്കോ, ഇപ്പൊ 26-ാം തീയതി അങ്ങനെ ടൂർ ഉണ്ട്, ഒക്ടോബർ 26-ാം തീയതി 2 ദിവസത്തെ തലേദിവസം പോയിട്ട് പിറ്റേ ദിവസം. അപ്പൊ എനിക്കതൊക്കെ ശരിക്കും ഭാര്യമാർക്ക് ദേഷ്യമാണ് ഭർത്താക്കന്മാരാണ്. പക്ഷെ ഞാനതിൽ അഭിമാനം കൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടാ. അതായത് ചേട്ടൻ അങ്ങനെ മാറിയില്ല, എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ അതിലൊക്കെ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ എവിടെ പോയാലും ചേട്ടന് വിഷമമില്ല, ചേട്ടൻ എവിടെ പോയാലും നമുക്ക് സങ്കടമില്ല. അപ്പൊ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ജോലിയൊക്കെ ചേച്ചിക്ക് എങ്ങനെയാ? നല്ല സ്മൂത്ത് ആയിട്ടാണോ പോണേ? ഹാപ്പി ആണോ അവിടെ? ഹാപ്പിയാണ്. ഞാന് ചേച്ചി പെർമനന്റ് സ്റ്റാഫ് ആണോ? അല്ല, ഡെയിലി വേജ് ആണ്. ഞാന് ആദ്യം കയറുന്നത് പാക്കിങ്ങിനാണ്. ഇവിടെ പൂത്തോളായിരുന്നു നമ്മുടെ ഗോഡൗണ്. അപ്പൊ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് കയറ്റിയതാണ്. അവിടെ ഒരു 10 വർഷം പാക്കിങ്ങിലിരുന്നു. അപ്പൊ അതിൽ നിന്ന് സീനിയോറിറ്റി നോക്കിയിട്ട് ഡെയിലി വേജിൽ കയറാൻ പറഞ്ഞു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഡെയിലി വേജിൽ കയറാന്ന് വെച്ചാൽ ഇവർ പറയണോടത്തൊക്കെ പാക്കിങ്ങിന് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ സ്ഥലം അങ്ങനെ മാറി മാറി പോകേണ്ടി വരുന്നു. അപ്പൊ പിന്നെ എല്ലാവരും പറഞ്ഞു ഡെയിലി വേജ് ആയാലും ESM BF ഒക്കെ കിട്ടുള്ള, അപ്പോൾ കയറാൻ പറഞ്ഞു. അങ്ങനെ കയറി. ഞാൻ ചേർപ്പിലാണ് കയറിയത്. ഒരു 4 വർഷം അവിടെ വർക്ക് ചെയ്തു. ഒറ്റടീന് പട്ടിക്കാട്, നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ കോവിഡ് വന്ന് മാറിയിട്ട് കാല് പൊന്താണ്ടായി, അതിന് ദയയില് കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ജോലി സംബന്ധമായിട്ട് ഞാൻ ഇതാണ്. പിന്നെ അവിടെ ഈ 6 മാസം കൂടുമ്പോൾ ലാബിലിറ്റി കെട്ടണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സങ്കടം തന്നെയാണ്. നമ്മൾ ഒരുപാട് കാശ് അവിടെ അടയ്ക്കണം. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 31-ാം തീയതി ഇനിയിപ്പോൾ സ്റ്റോക്ക് എടുപ്പായില്ല, എത്ര ഷോട്ട് വന്നാലും നമ്മൾ അടയ്ക്കണം. ആ ഒരു സങ്കടം ഒഴിച്ച് ബാക്കി അവിടെ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് അംഗനവാടിയിലായിരുന്നു ജോലി. ആ അംഗനവാടി ജോലിയും വീട് തീർപ്പും കൂടെ ഞാൻ ഒരുമിച്ച് കൊണ്ടായിരുന്നു. കുറേ പെൺകുട്ടികൾ മാത്രം അവിടെ കാലുവേരി സോഴ്സ് സെൻ്ററിലെ അച്ഛന്മാർ നടത്തുന്ന ഒരു പരിപാടി. അപ്പോൾ വളരിയിലുണ്ട് എൻ്റെ ഒരു സെൻറ്റർ. അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് എന്താ വെച്ചാൽ ടൂർ പോവാം, ഡാൻസ് കളിക്കാൻ, അങ്ങനത്തെ. അവിടെ നല്ല അവിടെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ നമുക്കധികം സമയം ഉണ്ടായില്ല. 3 വർഷം ആകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു. ഇവിടെ പണി ഭയങ്കര ഹാർഡ് വർക്ക്, കിറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. നമ്മൾ പണിയെടുത്തിട്ട് മേടിക്കുന്ന ശമ്പളത്തിന് ഒരു സന്തോഷമാണ്. പട്ടിക്കാടായതുകൊണ്ട് ഒരു വിഷമമുണ്ട്, ഒന്ന് മാറ്റി കിട്ടണമെന്നുണ്ട്. അതായത് ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 7 മണി കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ 7 മണി 7:15 ബസ്സിന് വരും. 7:15 നമ്മൾ വന്ന ചിലപ്പോൾ ടൗണിൽ വന്നാൽ ബസ് കിട്ടില്ല. അപ്പോൾ വലിയാലക്കാരെ വന്ന് വലിയാലയ്ക്ക് വർഷത്തിന് 150 രൂപയൊക്കെ ചിലവുണ്ട്. ചേട്ടൻ 2 ആഴ്ച ഇവിടെ പനിയായിട്ടിരുന്നപ്പോൾ എനിക്ക് പണി കിട്ടി. മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചേച്ചി കരാട്ടം കളിക്കാറുണ്ട്. അപ്പൊ വെറുതെ ഇങ്ങനെ ഒരു ക്ലാസ് വെച്ച് 2 ക്ലാസ് വെച്ച് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് അത് ഓണത്തിന് ഇതുപോലെ ഓണാഘോഷം വന്നപ്പോ ഡിവിഷനിൽ അന്ന് ഞാൻ CDS മെമ്പറാണ്. അപ്പൊ കളിക്കാൻ അങ്ങനെ വെച്ചപ്പോ ഞാൻ പറഞ്ഞ ഒരു കരകാട്ടം കളിക്കുന്നു. അപ്പോൾ താഴെ ആങ്ങളെ കളിയാക്കി, ഇടേ വെറുതെ കുടമ്പ വിട്ട് നീ വെറുതെ വേണ്ട. ഞാൻ പറഞ്ഞു ഞാൻ കളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു വാശി, ആ ഒരു കളി കളിച്ചു. പിന്നെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ സ്കൂളിൽ അവിടെ
മോൻ്റെ ആങ്ങളുടെ മോൻ്റെ സ്കൂളിൻ്റെ എന്താ വാർഷികം എന്തൊക്കെ 50-ാം വാർഷികം എന്തൊക്കെ വന്നപ്പോൾ അവിടെ കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് അങ്ങനെ പിന്നെ 2-3 വേദികളിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് പാർട്ടിയുടെ മഹിളയുടെ സമ്മേളനം വന്നു. അപ്പോൾ ഞങ്ങളൊരു ഫ്യൂഷൻ കളിച്ചു, ഡാൻസ് കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഡാൻസ് കളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു കളിക്കുന്നു. പക്ഷെ അവിടെ വന്നിട്ടുള്ള നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം ട്രഷററാണ് സീതേച്ചി വരെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഒപ്പം കളിച്ചു. ഞാനിപ്പോൾ ഏത് വേദിയിൽ ചെന്നാലും നമ്മുടെ കറകാട്ടല്ലേ എല്ലാവരും ഇപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ പരിപാടിയൊക്കെ ടൗണില് തൃശ്ശൂർ റൗണ്ട് മുഴുവൻ അവരൊപ്പം നിന്നിട്ട് 4 മണിക്കൂറൊക്കെ ഇത് തലയിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരടി ഇങ്ങനെ വേദന അതൊന്നും നമ്മൾ ഇതാക്കാറില്ല. അതൊരു ചേച്ചി ഇപ്പോ നല്ലൊരു കലാകാരിയാണ്. അതായത് നമ്മളൊരു കോമ്പറ്റീഷന് പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലുള്ള കലനെ ചേച്ചി സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്തെടുത്ത് എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചിക്ക് പറയാൻ ആഗ്രഹിക്കണ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ചാൽ കലയ്ക്കുള്ളിലുണ്ടായിട്ട് ഉറങ്ങിക്കിടക്കണ ഒരുപാട് അമ്മമാരുണ്ട് എൻ്റെ പോലത്തെ. എൻ്റെ പ്രായമുള്ള അമ്മമാർ കുറേ ഉണ്ട്. അത് മക്കളായിട്ടോ ഭർത്താവായിട്ടോ പുറത്തേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല. അത് അമ്മയ്ക്ക് എന്താ ടേസ്റ്റെന്ന് അന്വേഷിക്കാൻ കുട്ടികൾക്ക് നേരമില്ല. അത് പ്രാബല്യത്തിൽ വരുത്താൻ അമ്മമാർക്കും കഴിവില്ല. പേടി, നാണക്കേട്, മക്കളെ ഇങ്ങനെ കളിയാക്കുന്നവരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ അവരുടെ വശം. അവർക്ക് അവരുടേതായ രീതി നമ്മൾ വേറെ മോശത്തരത്തിനൊന്നും പോവാതെ ഇങ്ങനത്തെ കലകളൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത് ഒരു അഭിമാനം തന്നെയാണ്. എൻ്റെ പ്രായത്തിലുള്ള അമ്മമാർക്കൊക്കെ അതൊരു അഭിമാനം തന്നെ. ഞാൻ എപ്പോഴും പറയും, പിള്ളേർ പാട്ട് പാടിയിട്ട് സ്റ്റേജിലൊക്കെ പാടുമ്പോൾ പിള്ളേരെ കളിയാക്കുമ്പോൾ ഞാൻ പറയും അമ്മ പാടിയതിനിപ്പം എന്തേ ഒരമ്മതേ 60 വയസ്സ് 65 വയസ്സ് അങ്ങാണ്ടായിട്ട് ഡാൻസ് കളിച്ച് വൈറലായി. അപ്പൊ പറയുന്നുണ്ട് ചില ഈ തള്ളക്ക് വേറെ പണി. ഞാൻ പറഞ്ഞു എന്തിനേ ആ പ്രായത്തിൽ വേറൊരു അമ്മ കളിക്കട്ടെ. നമ്മളതങ്ങനെ ഞാനിപ്പോ ഒരാൾ പാട്ട് പാടി ഡാൻസ് കളിച്ചാലൊന്നും ഞാൻ കളിയാക്കാറില്ല. വെറുതെ അങ്ങനെ കോമഡി പറഞ്ഞു ഞാൻ പറയും അത്രയും പ്രായമായിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരാളാ. പിള്ളേർക്ക് ഞാൻ പറയും നിങ്ങൾക്ക് ഇനിയും വേദി കിട്ടും. ടൂറൊക്കെ പോകുമ്പോൾ അതുപോലെ അമ്മമാരൊക്കെ ടൂർ നമ്മൾ ഫാമിലി കൊണ്ട് പിള്ളേരൊക്കെ വണ്ടിയിൽ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളൊക്കെ അവിടെ ഇരിക്കും, അമ്മമാരൊക്കെ കളിക്കട്ടെ, നിങ്ങൾക്ക് ഇനിയും വേദി കിട്ടും, നിങ്ങൾക്ക് സമയം നീണ്ടു കിടക്കുന്ന സമയം ചുരുങ്ങി വരാം. അപ്പൊ കുറേ ഞാൻ എൻ്റെ കൂടെ ടൂർ അതിപ്പോ വന്നിട്ടുള്ള ഒരാളും വെറുതെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാവരും കൈ പിടിച്ച് കാല് പിടിച്ച്. അപ്പൊ എല്ലാവരും ടൂർ പോകുമ്പോൾ എന്താണെങ്കിലും പറയാൻ പറ്റും സീറ്റ് വേണ്ട, വെറുതെ ഒരു കാപ്പ് കിട്ടിയാൽ മതി, ആളും തുള്ളിക്കോളും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരു ആഘോഷം വരികയാണെങ്കിൽ ചേച്ചിനെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ എല്ലാവരും ശ്രമിക്കും. അപ്പോഴാണ് അതൊരു ആഘോഷമാവുള്ളൂ. അതന്നെ, അത് ഒരു ആഘോഷം തന്നെ. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലിപ്പോ ഒരു എന്താ പറയാ ഒരു പേരിടൽ നടന്നു ചേച്ചി. അന്ന് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ ആർമാത എന്നുവെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ കുട്ടിയുടെ എൻഗേജ്മെന്റ് നടന്നിട്ട് അമ്മേമേരെ മക്കളൊക്കെ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പറ്റിയില്ല അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാ, നിങ്ങൾ കളിച്ചോന്ന്. അതൊന്നും ശരിക്കില്ല, അതൊന്നും നടക്കില്ല. എല്ലായിടത്തും പിള്ളേർ നമ്മൾ മുന്നേറിങ്ങി കഴിഞ്ഞാൽ പിള്ളേർ പറയും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ആ നാടൻ പാട്ട്. അപ്പം എല്ലാവരും നീ വന്നപ്പോഴാണ് ഇവിടെ ഒരു എനർജി ഉണ്ടായത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തേ കളിച്ചാൽ ചോദിച്ചു. എല്ലാവരും കളിയാക്കിയാലോ. ഞാൻ എന്തെന്നെ കളിയാക്കാൻ പറ്റില്ല, നിങ്ങൾ മാത്രമാണോ കളിയാക്കുന്നവരങ്ങോട്ട് കളിയാക്കട്ടെ. അവരെ വീട്ടിൽ നിന്നൊന്നും നമ്മൾ കൊണ്ടിട്ട് കഴിയില്ലല്ലോ. അതെ, എന്തിന് വിമർശനം പലതും ഉണ്ടാവും. ഇതിലെ കേൾക്കത്തില്ല ഇവിടെ നല്ലത് മാത്രം നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉൾക്കൊള്ളുക. ഇതിനൊക്കെ ഇതിലെ കേൾക്കത്തില്ല ഇവിടെ. അതാണ് എന്റെ പോളിസി. ഇപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ. നമ്മള് മറ്റുള്ളവർ കളിയാക്കും എന്ന് പേടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫിലോ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. ഈ കളിയാക്കുന്നവര് നമ്മൾ എന്ത് ചെയ്താലും കളിയാക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മളത് നോക്കരുത്. അതൊരു സത്യമാണ്. എന്താ ഒരു വീട് മുന്നോട്ട് പോകുന്ന അമ്മയാണ് ആ വീടിന്റെ ഐശ്വര്യം അല്ലേ. അച്ഛൻ എത്ര വിചാരിച്ചല്ല വീട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അച്ഛന് മേടിച്ചോണ്ടിരാൻ പറ്റും, ആനയെ വേണമെങ്കിൽ മേടിച്ചു തരാം. പക്ഷെ അമ്മയാണ് ആ ആനനെ ഭംഗിയാക്കേണ്ടത്, ആ വീട് ഭംഗിയാക്കേണ്ടത്, മക്കളെ നിയന്ത്രിക്കുന്നത് അമ്മയാണ് ഒരു വീടിന്റെ ഐശ്വര്യം. അത് പറയാൻ എനിക്ക് യോഗ്യത ഇല്ല, അത് വേറെ കേസ്. നീ അമ്മയാണോ നാളെ എന്നോട് ചോദിക്കും. എന്തെന്ന് തിരിച്ചു ചോദിക്കും, എന്തടി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുക. അതെന്റെ അച്ഛൻ അങ്ങനെ വളർത്തിയേക്കണേ. എന്തടി നിന്നോട് എന്ന് ചോദിച്ചാൽ നീ എന്താടാന്ന് ചോദിച്ചോ, എന്താടോന്ന് ചോദിച്ചാൽ തിരിച്ചിടോന്ന് ചോദിച്ചോ, ഡീന്ന് വിളിച്ചടാന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അടിച്ചിട്ടുണ്ടെങ്കിൽ പിച്ചിട്ട് പോന്നാ മതി. അത് പണ്ടേ എൻ്റെ ഒരു ഇതാണ്. എന്നെ ആവശ്യമില്ലാതെ ആരെയും കളിയാക്കാതെ കഴിഞ്ഞാൽ കരയും എങ്കിലും അതിനൊപ്പം മറുപടി പറഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. അതെൻ്റെ ഒരു ഇതാണ്. അതിപ്പോൾ എൻ്റെ വീട്ടിലെ ആങ്ങളമാരൊക്കെ പറയും കരഞ്ഞിട്ടാണെങ്കിലും അവളുള്ള കാര്യം പറഞ്ഞിട്ട് വരുള്ളൂ എന്ന്. ഇപ്പം എൻ്റെ ആങ്ങളമാരോട് എതിർക്കുന്ന സമയത്താണെങ്കിലും ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ കാര്യങ്ങൾ. പെൺകുട്ടികള് ശരിക്കും പറഞ്ഞാല് വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പഠിക്കണം അല്ലെ. അത് പുറത്തുള്ളവരോട് മാത്രം പറയാന്നല്ല, വീട്ടിലാണെങ്കിലും എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു പഠിക്കണം.
ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് ജോലിയില്ല, എനിക്കിത് എപ്പോഴെങ്കിലും ചെയ്താൽ മതി. പക്ഷെ ഞാനത് ഇങ്ങനെ ആ ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ട് എനിക്കൊരു വിഷമമില്ല. എവിടേക്ക് പോകാന്ന് പറഞ്ഞാലും ആ സമയം 9 മണി എനിക്ക് എൻ്റെ അല്ല കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് ഞാൻ വരുന്നു പറഞ്ഞപ്പോഴേക്കും ചേച്ചി 11 മണി ഞാൻ വരുമ്പോഴേക്കും ചേച്ചി റെഡി ആയിട്ട് അവിടെ സെറ്റാണ്. ഇത്ര സമ്മാനം കിട്ടിയിട്ടുള്ളപ്പോ അല്ലല്ല, കുറേ സമ്മാനങ്ങളുണ്ട്, ട്രോഫികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങള് ആയിരങ്കണ്ണിയിലൊക്കെ കളിക്കാൻ പോകാറുണ്ട്. ആയിരങ്കണ്ണി അമ്പലത്തില് ഒരു 3 വർഷം അടുപ്പിച്ചിട്ട് നല്ല കളിക്കാരിക്ക് എന്നുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം അവിടെ വീട്ടിലിരിക്കണേ, എന്താ വെച്ചാൽ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും കൊണ്ടുവരാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറില്ലേ, പിന്നെ നമ്മളിങ്ങനെ മാറിക്കൊണ്ട്, പിന്നെ ഇതിപ്പോ കാഴ്ചക്ക് വെച്ചിട്ട് മക്കൾ കാണട്ടെ എന്ന് പറയാനൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു എണ്ണം പെങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ട്, പിന്നെ 2-3 എണ്ണം അവിടെ വീട്ടിൽ ഇവിടെ തന്നെ കാണണം. ആ ഫ്രിഡ്ജിന്റെ മുകളിലത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേ സമ്മാനങ്ങളുണ്ട്, എല്ലാ വേദിയിലും സമ്മാനമൊക്കെ മേടിക്കാറുണ്ട്. ഇഷ്ടംപോലെ സമ്മാനം അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അത് അമ്പിളിയേച്ചിയുടെ വിശേഷങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല, നമുക്ക് തുടർന്നും കാണാം.